നമസ്കാരം സർ. ഇന്ന് നമുക്ക് വേറൊരു പുതിയൊരു സബ്ജക്റ്റിലേക്ക് വരാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പല സബ്ജക്റ്റുകളും സംസാരിച്ചെങ്കിലും ഇതുവരെ നമ്മൾ സംസാരിക്കാത്ത ഒന്നാണ് കാർ പോർച്ച്. ഒരു വീട്ടിൽ കാർ പോർച്ച് വീടിനോട് ചേർന്ന് കാരണം പണ്ട് ഒരു കാലഘട്ടത്തിൽ എല്ലാം വീടിനോട് ചേർന്നായിരുന്നു കാർ പോർച്ച്. ഇപ്പോൾ കുറേ പേര് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് പണിയുന്നുണ്ട്. എന്നാലും പിന്നെ ചില വീടുകളിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് കണ്ടുവരുന്നത് വീടിൻ്റെ രണ്ട് സൈഡും എക്സ്റ്റൻഷൻ ഉണ്ടാവും, നടുക്ക് ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടെ കാർ നേരെ കൊണ്ട് കയറ്റിയിടുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഏതാണ് ഏറ്റവും നല്ല രീതി? ഇത് മുൻകാലങ്ങളിലെല്ലാം തന്നെ ആൾക്കാർക്ക് ഒരു കാറ് ഒരു ഉള്ളവരുണ്ടാവാം, ബാക്കിയില്ലെങ്കിൽ സ്കൂട്ടറുള്ളവരുണ്ടാവാം. ആ കാലം ആപ്പാടെ മാറി. ഇന്ന് വീട്ടിൽ 5 അംഗങ്ങളുണ്ടെങ്കിൽ 3 പേർക്കും കാറുള്ള കാര്യം, 3 പേരും കാറെടുത്തുകൊണ്ട് പോകേണ്ടവരാണ്. ആ കാലം പോയി. അപ്പോൾ വീടിനോട് ഇൻക്ലൂഡ് ചെയ്ത് കാർ പോർച്ച് എടുക്കുന്ന പ്രവണത നിർത്തി. ഇപ്പം അതില്ല. ഇപ്പോൾ ചെയ്യുന്നത് നല്ല വിശാലമായ വീട് ഉണ്ടാക്കിയ ശേഷം കാർ പോർച്ച് പ്രത്യേകമായിട്ട് ഒരു ലൈൻ ഒരു കാർ പോർച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കാർ പോർച്ച് ചെയ്തെടുക്കുന്നതിന് ആ വീടിൻ്റെ യാതൊരു ബന്ധമില്ല. എടുക്കുന്നതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്. ഇപ്പോൾ പടിഞ്ഞാറ് ദർശനമായിട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാർ പോർച്ച് ചെയ്യുന്നത് ഐശ്വര്യമാണ്. കിഴക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ ഇവിടെയാണ് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്ത് വിശാലമായ രീതിയിൽ കാർ പോർച്ച് 3-4 വണ്ടി ഇടത്തൊക്കെ രീതിയിലാണ് ഇതൊക്കെ സ്ഥലവും കൂടെ വേണം ചെയ്യാം. അപ്പോൾ ചെയ്യും തെക്ക് ദർശനം നിൽക്കുന്ന വീടിന് തെക്ക് കിഴക്ക് തന്നെയാണ്. അപ്പോൾ വടക്ക് ദർശനമുള്ള വീടിന് ശരിക്കും ഇവിടെ വടക്ക് പടിഞ്ഞാറ് തന്നെയാണ്. ഇന്നത്തെയും കാര്യങ്ങൾ ഒരുപാട് മാറ്റം വന്നത് കാരണം ഈ വാഹനങ്ങളുടെ അതിപ്രസരമാണ്. ഇപ്പോൾ 2 വീലർ ഉപയോഗിച്ചിരുന്ന എല്ലാവരും തന്നെ കാറിലേക്ക് പോയി. സൈക്കിൾ ഉപയോഗിച്ചിരുന്ന എല്ലാവരും തന്നെ ഇപ്പോൾ 2 വീലറിലേക്ക് പോയി. കാലം അതാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു വീട്ടിൽ എല്ലാ പേർക്കും വാഹനങ്ങളായി. സത്യം. മുൻപൊക്കെ ആണെങ്കിൽ ഒരാൾ ഒരു കുടുംബം ഒരു വീട് വാങ്ങുന്നുണ്ടെങ്കിൽ ബസ് എവിടെയാണ്, ബസ് സ്റ്റാൻഡ് എവിടെയാണൊക്കെ തിരക്കും. സത്യം. എന്നിട്ട് അതിൻ്റെ പരിസരത്തെ സ്ഥലം വാങ്ങുള്ളൂ, വീട് വയ്ക്കുള്ളൂ. എന്താണ് നേരെ വന്ന് ബസ്സിൽ കയറാൻ. ഇന്നിപ്പോൾ ആ കണക്കേ പോയി. ഇന്നിപ്പോൾ ബസ്സിനെ നോക്കേണ്ട പരിപാടിയൊന്നുമില്ല. അതിപ്പോൾ എവിടെയെങ്കിലും വിശാലമായ ഒരു സ്ഥലം നോക്കും, ആ സ്ഥലത്ത് വീട് വയ്ക്കും, സ്വന്തമായി വാഹനത്തിൽ പോവും. കാറാവാം, സ്കൂട്ടറാവാം, ബൈക്കാവാം, എല്ലാം ആവാം. അപ്പോൾ ആ കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ദിവസം കഴിയുന്തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ വീട് വയ്ക്കുന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. മോഡേൺ ആർക്കിടെക്ചറിൻ്റെ വരവോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വാസ്തുശാസ്ത്രത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാം തന്നെ കടുംപിടുത്തം പിടിച്ചിരിക്കാനും പാടില്ല. നമുക്ക് നിയമത്തിന് ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ ചെയ്യാം. അങ്ങനെ ഞാൻ ചെയ്തു കൊടുക്കുന്നു. സാർ, ഞാൻ വേറൊരു ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ ചെറിയ വീടുകൾ അല്ലെങ്കിൽ 3 സെൻറ്റ് 5 സെൻറ്റിനകത്തുള്ള വീടുകൾക്ക് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മതിൽ എങ്ങനെ വേണം, ഗേറ്റ് എവിടെ വേണമെന്ന് പറയാം. പക്ഷേ ഇപ്പം കുറച്ചും കൂടെ വലിയ ഇപ്പം നാട്ടിൻ പുറത്തൊക്കെ ആകുമ്പോൾ ഏക്കർ കണക്കിന് ഭൂമിക്കകത്തായിരിക്കും ഒരു വീട്. അതിന് ചുറ്റും ഈ പറഞ്ഞ മാതിരി അവർ കൃഷിയിടങ്ങളുണ്ടാവാം, റബ്ബറോ അല്ലെങ്കിൽ മറ്റ് കൃഷികളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ മിക്കവാറും ഒരു മതിൽ തന്നെ കെട്ടാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ വീടിനോട് ഒത്തിരി ദൂരെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ റോഡും ഈ ഗേറ്റും ഒക്കെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഒരു വാസ്തുമണ്ഡലം തിരിക്കും? അതായത് ഇപ്പോൾ എനിക്ക് നാട്ടിൽ പറയണമെന്ന് വെച്ചോളൂ, 1-2 ഏക്കർ ഭൂമി ഉണ്ടെന്ന് വെച്ചോളൂ. പക്ഷേ ഞാനൊരു വീട് വയ്ക്കുമ്പോൾ ആ വീടിനൊരു മന കർശനമായിട്ട് വേണം. മറ്റേ മന വേറെ, ഈ മന വേറെ. ഈ രണ്ടാണ്, അല്ലാതെ ശരിയാകില്ല. അതാണ് പറഞ്ഞത്. വീടിൻ്റെ വാസ്തുമണ്ഡലത്തിൻ്റെ കണക്കുണ്ട്. അതിലപ്പുറം നമുക്ക് പിന്നെ ഈ വീടിൻ്റെ വാസ്തുമണ്ഡലം കണക്കെടുക്കുമ്പോൾ വലിയ സ്ഥലമുള്ളവർക്കാണ് ഞാൻ പറഞ്ഞത്. മതിൽ കെട്ടുമ്പോൾ കിഴക്ക് ഭാഗവും വടക്ക് ഭാഗവും സ്ഥലം കൂട്ടിയും തെക്കും പടിഞ്ഞാറും സ്ഥലം കുറച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ കിഴക്ക് ദർശനം നിൽക്കുന്ന വീടാണ് ഞാൻ പറഞ്ഞത് ചെയ്യാം. പടിഞ്ഞാറ് ദർശനം നിൽക്കുന്ന വീടിനായിരുന്നാലും തെക്ക് ദർശനം നിൽക്കുന്ന വീട് ചെറിയൊരു മാറ്റമുണ്ട്. അതായത് എവിടെ ഏത് ദിക്കിലേക്കാണോ അവർ വീട് വച്ചിരുന്നാലും ഫ്രണ്ട് സ്ഥലം കൂട്ടിയെടുക്കാം. പൂമുഖമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ തെക്ക് ദർശനം നിൽക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാൽ സ്ഥലം കുറയ്ക്കാൻ പറ്റില്ല.
അപ്പോൾ തെക്ക് ദർശനം നിൽക്കുകയാണെങ്കിൽ തെക്കിൻ്റെ ഭാഗം കൂട്ടിയെടുക്കുക. കാരണം അവരെ പൂമുഖം നിൽക്കുന്നത്, പ്രധാനപ്പെട്ട ഭാഗം നിൽക്കുന്നത് തെക്കായതുകൊണ്ടാണ്. പടിഞ്ഞാറ് നിൽക്കുന്നതാണെങ്കിൽ പടിഞ്ഞാറ് കൊടുക്കുക, കൂട്ടിയെടുക്കുക. എന്നാൽ വടക്ക് ദർശനമോ പിന്നെ കിഴക്ക് ദർശനം നിൽക്കണമെങ്കിൽ അവതായിട്ട് ചെയ്യേണ്ടത് കിഴക്കിൻ്റെ ഭാഗവും വടക്കിൻ്റെ ഭാഗവും കൂട്ടിയെടുത്തിട്ട് തെക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും കുറച്ചെടുക്കുക. ഇങ്ങനെയാണ് മന കെട്ടേണ്ടത്. നമുക്ക് എത്രയോ ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ തന്നെയും വീട് വയ്ക്കുമ്പോൾ വീടിന് ചുറ്റും അതിലെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതിൻ്റെ ഗേറ്റ് എവിടെ വരണം നോക്കി, കിഴക്ക് ദർശനമായിട്ടാണ് റോഡ് വന്ന് കയറണമെങ്കിൽ കിഴക്കിൻ്റെ മദ്യം, ഇത് മതിലിൻ്റെ കണക്കാണ്, മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റിയാണ് ഗേറ്റ് വരാൻ. മനസ്സിലായി? വടക്കോട്ട് മാറ്റി കയറ്റി വരണം. അടുത്ത് തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് മാറി ഗേറ്റ് വരണം. പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിൻ്റെ മദ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റി വരണം. വടക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വീടിന് 2 ഓപ്ഷനുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗം 2 ഭാഗത്തും ഗേറ്റ് കൊടുക്കുന്ന നിയമ തടസ്സമില്ല. അവിടെ മാത്രം, അതായത് വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കും പടിഞ്ഞാറും വായുകോണം എന്നുള്ള സങ്കല്പത്തിലാണ് 2 ഭാഗത്തും അവിടെ മാത്രം കൊടുക്കുന്ന തടസ്സമില്ല. ഇത് ഗേറ്റ് കൊടുക്കുന്ന കേസ്. പിന്നെ പ്രധാനപ്പെട്ട വാതിൽ നിൽക്കുന്ന, ഇപ്പോൾ പണ്ടത്തെ ആരൂഢത്തിൻ്റെ വീടൊക്കെ ആണെങ്കിൽ നേർനേർ വാതിലുകൾ, നേർനേർ ഗേറ്റ് കൊടുക്കും. നിന്ന ഊർജം വന്ന ഊർജം തള്ളിത്തള്ളിത്തല്ലും. എന്നാൽ കോൺക്രീറ്റ് വീട് അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. പ്രധാനപ്പെട്ട വാതിൽ നിൽക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട വാതിന് നേരെ ഗേറ്റ് കൊടുക്കരുതെന്ന് അർത്ഥം. ചില ആൾക്കാർ മയ്യവാതിൽ പിടിയെന്നൊക്കെ ഒരു വാക്കുകളുണ്ട്. ഇതിൻ്റെ ചെറിയൊരു ഗേറ്റ് ഉണ്ട്, ഇത് നേരെ കൊണ്ട് കൊടുക്കും. സമ്പത്ത് നിൽക്കില്ല ആ വീട്ടിൽ. എന്നും എത്ര കോടികൾ പൈസ വന്നിരുന്നാലും ശരി അതിൻ്റെ ചിലവായിക്കൊണ്ടിരിക്കും. ഒരിക്കലും തന്നെ അതിനെ കുറച്ച് മാറ്റി കൊടുക്കാവൂ. ഇപ്പോൾ പടിഞ്ഞാറ് ദർശനമായിട്ട് നിൽക്കുന്ന വീടിനാണെങ്കിൽ അല്പം വടക്കോട്ട് മാറ്റി കൊടുക്കണം. ഒരു പക്ഷേ നമുക്ക് വീതി കുറഞ്ഞ് വരുന്ന സ്ഥലങ്ങളുണ്ട്, പടിഞ്ഞാറിൻ്റെ നേരെ ഗേറ്റ് കൊടുത്തേ പറ്റുള്ളൂ, ഡോറിന് നേരെ വരും എങ്കിൽ അങ്ങനെയാണെങ്കിൽ ഗ്രില്ല് ഗേറ്റ് കൊടുക്കാതെ അടഞ്ഞ ഗേറ്റ് കൊടുക്കണം. ഷീറ്റിട്ട് അടഞ്ഞ ഗേറ്റ് കൊടുത്ത് ക്രമീകരിക്കുക. അങ്ങനെ കാര്യങ്ങൾ ചെയ്യണം. എപ്പോഴും തന്നെ ചില ആൾക്കാർ മനഃപൂർവ്വം ഈ വാതിലിന് നേരെ കൊണ്ട് കൊടുത്തുണ്ട് പണ്ട് കാലത്തൊക്കെ. അത് നിന്ന ഊർജ്ജത വന്ന ഊർജ്ജം തള്ളിപ്പൊയ്ക്കൊണ്ട്. അതുപോലെ നേർ വാതിൽ ഒരിക്കലും കൊടുക്കരുത്. പ്രധാനപ്പെട്ട വാതിലിന് നേരെ പ്രധാനപ്പെട്ട വാതിൽ തുറന്നു കഴിഞ്ഞാൽ നേരെ ഒരു ഡോർ വരാൻ പാടില്ല. അതായത് വെളിയിൽ വരുന്ന തരംഗങ്ങൾ തങ്ങി നിന്ന് ഔട്ടായി പോകണം. അങ്ങനെ പാടുള്ളൂ. അല്ലാതെ നിന്ന ഊർജ്ജത വന്ന ഊർജ്ജം തള്ളി നേരെ അങ്ങ് വെളിയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരിക്കലും പാടില്ല. അപ്പോൾ ക്രമീകരണം നമുക്ക് ഇപ്പോൾ നോക്കിയുള്ളൂ, ഒരു ഡോറ് തുറന്ന് കിടക്കുകയാണ്, ഇവിടെ ഇരിക്കുകയാണ്, നല്ല കാറ്റ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ദേഹത്ത് പെട്ടെന്ന് എൻ്റെ ഉറക്കം വരും, നമ്മൾ ഉറങ്ങും. എന്താണെന്ന് പറഞ്ഞാൽ ക്രമീകരണമില്ല. അത് നിന്ന വായുവിനെ നേരെ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീങ്ങും. എന്നാൽ തങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എപ്പോഴും സംസാരിക്കാനും എടുക്കാനും പിന്നെ എല്ലാത്തിനും നല്ലൊരു എനർജി ഉണ്ടാവും. ഇങ്ങനെ ഒരു ശാസ്ത്രത്തിൻ്റെ ഒരുപാട് വഴികൾ കറക്റ്റായിട്ടുണ്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ വീടുകൾ പണിയാവൂ, ഈ വാതിൽ കൊടുക്കാവൂ. അതൊക്കെ ഒരുപാട് സൂക്ഷിക്കണം. വെറുതെ ചില കാണാൻ ഭംഗിയെന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്താൽ ആപത്തിലേക്ക് പോകും. അതുപോലെ സൂക്ഷിക്കണം. തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിനെയും വെളിച്ചത്തിനെയും അടിസ്ഥാനപ്പെട്ട് അതിനെ അതിനൊരു വാക്ക് സൂര്യനെ പിതാവായിട്ടും ഭൂമിയെ മാതാവായിട്ടും ഭൗമോർജം, പ്രാപഞ്ച ഊർജം, ലൈറ്റ്നിങ്, എയർ പാസിങ്, ഇതാണ് വാസ്തുശാസ്ത്രം. അല്ല വേറെ ഒന്നുമില്ല. അത് ശാസ്ത്രീയമായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നങ്ങൾ അതായത് ഈ കാര്യങ്ങളെല്ലാം വെച്ചാണ് അത് വരണം. അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് അടിസ്ഥാന തത്വമല്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ, നിങ്ങളെല്ലാം അറിയേണ്ട കാര്യങ്ങൾ സാറിന് നമുക്ക് പറഞ്ഞു തന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.